സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് കാസ്റ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ലാർക്കിൻ്റെ ബേബി ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രോഗ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 9 ഗ്രാം വെയിറ്റും 5 സെൻറ്റിമീറ്റർ ലെങ്തും അതുപോലെ 415 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളവനെ പുറത്തെടുത്ത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു സ്പിന്നർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏത് ഫ്രോഗിലും ഒരു സ്പിന്നർ ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അല്ലാതെ തന്നെ നല്ല സൗണ്ടും നല്ല ആക്ഷനുമായിട്ടാണ് ഈ ഫ്രോഗ് വരുന്നത്. അതുപോലെ തന്നെ കാർബൺ ഹുക്കാണ് വരുന്നത്. നല്ല ഷാർപ്പ് കാർബൺ ഹുക്കാണ്. നല്ല കളർ പാറ്റേൺ ആണ്, നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അതിൽ വെച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മീനാണിത്. നമുക്ക് ഇനി വരുന്നതെല്ലാം സ്ട്രൈക്കിംഗ് വീഡിയോ മാത്രമായിരിക്കും, പോസ്റ്റൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ കിട്ടിയിരിക്കുന്ന എല്ലാം 1 kg പ്ലസ് വരാലാണ് കേട്ടോ. ഒരു കയ്യിലെണ്ണാണ്, അതൊരു 3-4 ചെറുതേ ഉള്ളൂ. ചെറുതെന്ന് പറഞ്ഞാൽ 10-600 ഗ്രാം, ബാക്കി എല്ലാം 1 കിലോ ടൈപ്പാണ്. ഒരു രക്ഷയില്ല, നല്ല ഫ്രോഗാണ്. നിങ്ങൾ കണ്ണും പൂട്ടി മേടിക്കുക. അതായത് ഇതിൻ്റെ ഹുക്കപ്പാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. റബ്ബർ ക്വാളിറ്റി എന്തായാലും 415 കൊടുത്ത് ഒരിക്കലും നഷ്ടമില്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം. അപ്പോൾ നമുക്കെന്നാൽ കാസ്റ്റിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നൂലിന്ന് മേടിച്ചുള്ളൂ. ഫ്രോഗ് മേടിച്ച സമയത്ത് നൂലും കൂടെ നമ്മുടെ സ്പൂളിൽ കയറ്റിയാണ്. അപ്പോൾ ഞാൻ നൂലൊന്ന് ലൂസാണെന്നറിയാൻ വേണ്ടി ആ ഫ്രോഗ് ഇട്ട് വീഡിയോ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ചുമ്മാ കാസ്റ്റ് ചെയ്തോളൂ. അന്നേരം തന്നെ ഒരു മീൻകറി അടിച്ച്, അതായത് ഭാഗ്യം, അതായത് പൊട്ടിച്ചപ്പോൾ ഇതുണ്ട് കവർ പൊട്ടിച്ച് ഞാനിപ്പോൾ അങ്ങോട്ട് എറിഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ അടിച്ച്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് തോന്നി, അത് പറയണമെന്ന് തോന്നിയോണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി കാസ്റ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സ്ട്രൈക്കും കാസ്റ്റിങ്ങിലേക്ക് അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ തന്നെ ഇപ്പോൾ 2ാമത്തെ എറിഞ്ഞു. നമ്മൾ 3ാമത് എറിയുന്ന സമയത്ത് നല്ല ആക്ഷനിലൊക്കെയാണ് ഫ്രോഗ് വരുന്നത്. നമ്മൾ ആ വരമ്പിൻ്റെ ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോളോ അപ്പ് ഉണ്ട്. പുറകെ വരാലും നല്ല ഓളത്തിൽ വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ തോന്നും. കറക്റ്റ് അവനെ ഓലയുടെ മറവിനെത്തുമ്പോൾ അടിച്ച് മാത്രമേ ഉള്ളൂ. അന്നേരം തന്നെ അവൻ പൊക്കി കരക്കൂട്ടിട്ട്. അതായത് നമ്മുടെ ഹുക്കപ്പ് അത്രയും ഫാസ്റ്റായിരുന്നു. നല്ല തീറ് ഹുക്കപ്പ് നമ്മൾ കൊടുക്കാറുള്ളൂ. അതുമാത്രമല്ല ഫ്രോഗ് ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മൾ 5ാമത്തെ ഇറക്കി 2ാമത്തെ മീനും കിട്ടി. അതുപോലെ തന്നെ ഹുക്ക് തിരിഞ്ഞ് വീണിട്ടുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഹുക്ക് തിരിഞ്ഞ് നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട്. വിയറ്റ്നാമാണ്. ഒരു 600 ഗ്രാം കാണുന്ന ഒരു ഉരുണ്ട ടൈപ്പ് വിയറ്റ്നാമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ്. അന്ന് ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെറുതായിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ പിന്നെ പറ്റിയില്ല. നമ്മളപ്പോൾ ഇപ്പുറത്തെ കിഴക്കേ സൈഡിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പടിഞ്ഞാറേ സൈഡിലായിട്ടൊരു മീനിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ വെള്ളം എടുക്കുന്നുണ്ട്, അതായത് എയർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് കാസ്റ്റ് ചെയ്ത് പയ്യെ സ്ലോയിൽ ഇങ്ങനെ വലിച്ച് വരുന്ന സമയത്ത് ആ പുല്ലും കെട്ടിൻ്റെ അവിടെ നമ്മൾ പറന്ന് വന്ന് റെഡിയായിരിക്കും. നല്ല പക്കാ ഒരു സ്ട്രൈക്ക്. നമ്മൾ ഹുക്കപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാമറ വെച്ചിട്ട് പൊങ്ങിപ്പോൾ അത് ചെറിയൊരു പോരായ്മയാണ്. എന്നാൽ അതുമാത്രമല്ല നോർമൽ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മളിവിടെ ആദ്യം കൂടെ പറ്റുവാണ്, പക്ഷേ കുഴപ്പമില്ലയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും. നല്ല പേശ് ഒരു വലിയ മീനാണ്, ഒരു 1.5 കിലോ ടൈപ്പ് വരുന്നൊരു മീനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അത്ര വലിപ്പം നിങ്ങൾക്ക് തോന്നത്തില്ല. നമ്മൾ ഡെയിലി മീൻ പിടിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവനെ ഗ്രിപ്പർ ഇടാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി മറിച്ച് വെള്ളമാണ്. കാരണം നമുക്ക് ഗ്രിപ്പർ ഇടാതെ ഹാൻഡിൽ ചെയ്യാനും പറ്റത്തില്ല. കാരണം നമ്മൾ പാടത്തിറങ്ങിയാണ് അടിക്കുന്നത്. അപ്പോൾ ഇവനെ ഗ്രിപ്പറിൽ നടക്കാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാൻ കൈ കൊണ്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗ്രിപ്പർ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ ഇവനൊന്ന് കൈ കൊണ്ട് പിടിക്കട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവൻ പോവും. ഗ്രിപ്പർ അവൻ്റെ പുറമെയാണ് അവന് ഹുക്കായിരിക്കുന്നത്. ഹുക്കൊക്കെ നല്ല ഹുക്കാണ്, പക്ഷേ നമുക്ക് ഇത്രയും വലിയ മീനായതുകൊണ്ട് തൂക്കിയെടുക്കുമ്പോൾ ഇവൻ കിടന്ന് പിടച്ചാൽ ചിലപ്പോൾ പോകും. വെറുതെ മിസ് ചെയ്ത് കളയാൻ നമുക്ക് ഇതില്ല. നമ്മൾ പിന്നെ പാടത്തൊക്കെ ഇറങ്ങി അടിക്കുമ്പോൾ സ്വന്തം റിസ്കിൽ ഇറങ്ങി അടിക്കാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളവനെ കയ്യിൽ എടുത്തിട്ട് പിന്നെ ഗ്രിപ്പർ ഇട്ടിട്ടാണ് നിങ്ങളെ കാണിച്ചു തരാം കൃത്യമായിട്ട്. വായും തുറക്കട അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഗ്രിപ്പർ ഇട്ടു. ഇത് കണ്ടല്ല, നല്ല ഉരുണ്ട് നല്ല പക്ക ഒരു സൈസ് വരാൽ. അടുത്ത സൈഡിൽ നല്ല പ്രോപ്പർ തന്നെയാണ് ഹുക്കായിരിക്കുന്നത്. കുഴപ്പമില്ല. നമുക്കെന്തായാലും വിയറ്റ്നാം മിക്സാണ്. ഇതുപോലെ തന്നെ നാടൻ വിയറ്റ്നാം മിക്സാണ് ഇയാൾ. അതായത് നമുക്ക് ഇവനെ കൊല്ലിക്കത്തിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പടിഞ്ഞാറ് സൈഡിൽ ആക്ടിവിറ്റി കണ്ടിട്ടാണ് പടിഞ്ഞാറ് സൈഡിൽ എറിഞ്ഞപ്പോൾ നമുക്ക് അടിച്ചത്. നമ്മളിപ്പോൾ കിഴക്കേ സൈഡിൽ എറിഞ്ഞു, അതും പുല്ലിക്കട്ടിന് ഇറങ്ങുമായിരുന്നു അടുത്തടിക്കുന്നു. അതായത് സെയിം സ്പോട്ടിൽ സെയിം സ്ഥലത്ത് തന്നെ ഇടവും വലവുമായിട്ട് നമുക്ക് അടി കിട്ടിയിരിക്കുകയാണ് ആ ഒരു സ്പോട്ടിൽ തന്നെ. തരക്കേടില്ലാത്ത മീനാണ്, അതും 1 കിലോ പ്ലസ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരേ ബാച്ച് കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു.
അതുമാത്രമല്ല അവൻ വന്നപ്പോഴേക്ക് ആ പരിസരത്തുള്ളായിരുന്ന കാടും പടലെല്ലാം കുറച്ച് അവൻ്റെ വായി വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വായിൽ നിന്ന് കുറച്ച് ഈ പായലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഗ്രിപ്പറിട്ട് തൂക്കാം. അതായത് നമുക്ക് ഒരു മീനേ ഉള്ളൂ. അതായത് ഇപ്പോൾ സെക്കൻഡ് അടിച്ച മീൻ ആണ് നമുക്ക് ഇച്ചിരിയെങ്കിലും പുറമേ ഹുക്കായെന്ന് പറയാം. ബാക്കിയെല്ലാം നല്ല പക്ക ഹുക്കപ്പാണ്. ഒരു രക്ഷയില്ല. ലാർക്കിൻ്റെ ബേബി ടൈഗർ നിങ്ങൾക്ക് കണ്ണുകൂട്ടി മേടിക്കാൻ പറ്റിയൊരു ഫ്രോഗാണ്. ഇത് നല്ല ഉരുണ്ടൊരു മീനാണ് കേട്ടോ. നല്ല ഷേപ്പൊക്കെ ഉള്ള നല്ല ഉരുണ്ടൊരു മീനാണ്. ഇത് 1 കിലോയ്ക്കാണ്. കണ്ടില്ല, ഫ്രോഗ് അടിച്ച് ഉണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ബാക്കി എല്ലാ അടിയിലും നല്ലപോലെ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ഹുക്കായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലാർക്കിൻ്റെ ഈ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിൽ ഫിഷിംഗ് പോയിൻ്റ് ഒരു ചൂണ്ടക്കടയിൽ സാധനം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയി മേടിക്കാൻ ശ്രമിക്കുക. ഇതേണ്ടല്ലോ നമ്മുടെ ലാർക്കിൻ്റെ ബേബി ടൈഗർ. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് എറിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മൾ സൈഡ് എറിഞ്ഞപ്പോഴേക്കും ഫോൺ ഇച്ചിരി ചരിഞ്ഞ് പോയി. കറക്റ്റ് ആ മൂല ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പം ചാടിയിരിക്കും ഒരാൾ. അതായത് വന്നു അടിച്ചു. അത് തൊട്ട് അടുത്ത് വന്നും ക്യാമറ ഇച്ചിരി ചരിഞ്ഞ് പോയി. ഇവൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ മറി ഓടാം. അതായത് പുല്ലും കെട്ടിൽ ഇവൻ നല്ലപോലെ ഉടക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് പോകേണ്ടി വന്നു. കാര്യം നമ്മുടെ കയ്യിൽ കൊല്ലി മീനും ഉണ്ട്. ഇതിനകത്ത് കിട്ടാത്ത കുറച്ച് സ്ട്രൈക്കുകളും നല്ല മീനുകളും നമ്മുടെ അല്ലാതെ തന്നെ നമ്മുടെ കൊല്ലിക്കകത്തുണ്ട്. കാര്യം നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെ അടിപൊട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കോള് വരുമ്പോഴൊക്കെ നമ്മൾ സ്ട്രൈക്ക് കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം സ്ട്രൈക്കുകൾ നമ്മൾ ഇതിൻ്റെ താഴെതിരിക്കുന്ന സ്ട്രൈക്കും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ നമ്മളവനെ പുല്ലിൻ്റെ ഇടക്കുന്നൊക്കെ ഒരു നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, അത്യാവശ്യം ഒരു മിക്സാണ്. അതായത് നാടൻ മിക്സാണ്. നല്ല പാറ്റേണൊക്കെ നല്ലപോലെ തന്നെ യെല്ലോ ഷെയ്ഡൊക്കെ കയറിയതാണ്. അതും നല്ല പ്രോപ്പർ ഹുക്കപ്പ്. ഇത് കണ്ടല്ലോ, ബേബി ടൈഗർ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ, അടിച്ചുണ്ടാക്കലാണ്. അതുപോലെ തന്നെ അളിയൻ്റെ പാറ്റേണൊക്കെ അത്യാവശ്യം നല്ല പാറ്റേണാണ്. ഇത് കണ്ടോ. എന്തായാലും നിങ്ങളിനി കള്ളത്തിലും പറഞ്ഞില്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അവനെ കൊല്ലിക്കത്തായിട്ട് അടുത്ത കാസ്റ്റിങ് ദൂരെ നിന്ന് ഒരൊറ്റ സ്ട്രൈക്ക് കൊടുത്ത് നമുക്ക് അടിച്ച് വരുവാണ്. കാരണം സ്ട്രൈക്ക് കൊടുത്ത സമയത്ത് തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് ക്യാമറ ഓഫായിപ്പോൾ അത് കഴിഞ്ഞ് എത്താറായപ്പോഴാണ് നമ്മളെടുത്ത് ഓണാക്കിയത്. ഇതതുപോലെ തന്നെ വലിയൊരു മീനാണ്. അത്യാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ആദ്യത്തെ 2-3 മീൻ മാത്രമാണ് ചെറുത്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഉള്ള 2-3 മീൻ. അതിൻ്റെ അകത്ത് ഒരുത്തന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ പിടിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുമുണ്ട്. ഇത് കണ്ടല്ലോ, ഇവനും അത്യാവശ്യം നല്ല പാറ്റേണൊക്കെ ഉള്ള ഒരു നാടൻ മിക്സായിട്ട് വരുന്നതാണ്. വിയറ്റ്നാം ആകുമ്പോൾ താഴത്ത് വൈറ്റാണ്. അത് ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വോയിസ് ഓവർ രണ്ടാമതാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല സൈസത്തൊരു മീൻ തന്നെയാണ്. ഇവനും 700 ഗ്രാമൊക്കെ എടുത്ത് കാണുന്നത്. കണ്ടല്ലോ, ഹുക്കാണ് ഇതിൽ മെയിൻ. നല്ല പ്രോപ്പർ ഹുക്കപ്പാണ്. അതുപോലെ തന്നെ അതേ സ്പോട്ടിൽ തന്നെ പിന്നെ ഇച്ചിരി മാറ്റി നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫോളോ അപ്പ്. അതായത് ഒരു 1.5 കിലോയെങ്കിലും അടുത്ത് വരുമെന്ന് തോന്നുന്നു വരാൽ. അതാണ് അത്രയും നല്ലൊരു ഫോളോ അപ്പ് ആയിരുന്നു. നല്ലപോലെ വെള്ളം ഇളക്കി. പക്ഷേ അവൻ സ്ട്രൈക്ക് ചെയ്തില്ല. നമ്മൾ പിന്നെയും കുറേ പ്രാവശ്യം എറിഞ്ഞു, പക്ഷേ അവൻ സ്ട്രൈക്ക് ചെയ്തില്ല. നമ്മളതിൻ്റെ തൊട്ട് തെക്കുവശം മാറ്റി, അതേ സ്ഥലത്ത് തന്നെ കുറച്ച് തെക്കുവശം മാറ്റി ഒരു ചെറിയ പുല്ല് കെട്ട് സൈഡിൽ കിടപ്പുണ്ട്, അവിടെ നമ്മൾ എറിഞ്ഞു. അതുപോലെ നല്ല റഫാണ്, കാറ്റുണ്ട്. മീൻ വന്നു സ്ട്രൈക്കാണ്. മീനടിച്ച് നമ്മൾ ഹുക്കപ്പ് കൊടുത്തു. ഒരു സെക്കൻഡ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് ഹുക്കപ്പ് കൊടുക്കാറ്. ഇപ്പോൾ വരുന്നതാണ് ഈ കയറി വരുന്നതാണ് കറക്റ്റ് വിയറ്റ്നാം വരാൽ. ബാക്കിയൊക്കെ മിക്സ് ആണെന്നുള്ളതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. കയറി മറ്റേതായിട്ട് കമ്പാരിസൺ ചെയ്താൽ മതി. അതായത് അതിനിപ്പോൾ ഞാൻ ഗ്രിപ്പറൊന്നും ഇല്ലാതെ കയ്യിലെടുക്കുകയാണ്. നല്ല പ്രോപ്പറായിട്ട് തന്നെ ഹുക്കപ്പായിട്ടുണ്ട്. നല്ല ഹുക്ക് റേഷ്യോ ഒക്കെ ഉള്ളതാണ്. അതായത് ഒരു 400 ഗ്രാം കണ്ടല്ലോ. ഒരു കറുത്ത ഡോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. താറേ ഫുള്ള് വൈറ്റ്. എന്തായാലും നമുക്ക് ഇവനെയും കൂടെ കൊല്ലിക്കത്തിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന നാടൻ വരാൽ. ഒരു കുട്ടി ഞാൻ പറഞ്ഞ റിലീസ് ചെയ്യാൻ പിടിച്ചതാണ്, പക്ഷെ അവൻ അതിനു മുമ്പേ തന്നെ റിലീസായി. അടിച്ചു, സ്ട്രൈക്കുണ്ട്, കരയിലോട്ട് കയറി. അതായത് ചെറിയ വരാലാകട്ടെ വലിയ വരാലാകട്ടെ എല്ലാം നമുക്ക് ഈ ലാർക്കിൻ്റെ ബേബി ടൈഗറിൽ കിട്ടുന്നുണ്ട്. നല്ല അഡ്വാൻറ്റേജ് ഉള്ളൊരു ഫ്രോഗാണ്. 415 രൂപയ്ക്ക് എന്തായാലും വെർത്തായിട്ടുള്ള ഫ്രോഗാണ്. നല്ലൊരു നാടൻ വരാലിൻ്റെ കുട്ടിയാണ്. നമുക്ക് എന്തായാലും ഇവനെ
കൂടുതൽ ഡാമേജ് ഇല്ലാതെ ഇവനെ നമുക്ക് റിലീസ് ചെയ്യാം. എന്നാൽ കണ്ടല്ലോ നല്ല നല്ല പാറ്റേണൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനെ റിലീസ് ചെയ്തേക്കാം കൂടുതൽ ഡാമേജ് ആക്കുന്നു. ഹുക്ക് ഊരി കയ്യിലോട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ അവൻ ചാടി വെള്ളത്തിട്ടു. ഫോട്ടോ എന്തായാലും അവനെ റിലീസ് ചെയ്യാനുള്ളതായിരുന്നു. അവൻ തന്നെ റിലീസായിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് അവിടെ തന്നെ വീണ്ടും ഒന്നുകൂടെ കാസ്റ്റ് ചെയ്തു. നമുക്ക് അവിടെ തന്നെ നമ്മളടുത്ത കാസ്റ്റ് ചെയ്തു. അതായത് കുറച്ച് അടുത്തായിട്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് ഇപ്പം മീൻ അടിച്ചു. സ്ട്രൈക്കുണ്ട്. നമുക്കത് ഒരു 10-400 ഗ്രാം ടൈപ്പാണ്. ഇവന്മാർ അടിച്ച് പറഞ്ഞാൽ തന്നെ വിയറ്റ്നാം വരാലുകൾ അല്ലെങ്കിൽ മിക്സ് വരുന്നത് ഉടനെ തന്നെ കറങ്ങാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു സിവിലോ കാര്യങ്ങളും കൂടെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീൻ കുറച്ച് മിസ്സാകാതിരിക്കും. പക്ഷേ എനിക്ക് ഈ ഫ്രോഗിൽ മീൻ മിസ്സാകലും കുറവായിരുന്നു. അതുപോലെ തന്നെ നല്ലപോലെ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് കുറഞ്ഞതൊരു 415 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു 12,000 രൂപയുടെ മീനെങ്കിലും ഈ ഫ്രോഗിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതായത് നല്ല പ്രോപ്പർ ഹുക്കപ്പ്, ഒരു രക്ഷയില്ല. അതായത് നല്ല ഹുക്കാണ്. അതുപോലെ തന്നെ നല്ല റബ്ബർ ക്വാളിറ്റിയും നല്ല ആക്ഷനും ഒക്കെ വരുന്നതാണ്. ഇതൊരു 400 ഗ്രാം ടൈപ്പാണ്. അതൊരു വിനയം നമുക്ക് ഇട്ടിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ കാസ്റ്റ് ചെയ്തു, പക്ഷേ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയില്ല. മീൻ വരുന്നത് മാത്രമേ ഉള്ളൂ. ചിലതങ്ങനെയാണ്. ഇതിനിപ്പോൾ വരുന്ന 2-3 വീഡിയോ നമുക്ക് കാസ്റ്റിംഗ് കിട്ടത്തില്ല, മീൻ വരുന്നത് മാത്രം. കുറച്ച് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ചില സമയത്ത് ഇതിപ്പോൾ ഇത്ര മണിക്കൂർ കൊണ്ടുണ്ടാകുന്ന ഇതാണ്. പിന്നെ നമ്മുടെ ഗൈഡൊന്ന് ഒടിഞ്ഞു പോയായിരുന്നു. അതാണ് ചില സൗണ്ട്. ഇതും കറക്റ്റ് ഒരു വിയറ്റ്നാമാണ്. ഒരു 600 ഗ്രാം ടൈപ്പ് വരുന്നതാണ്. അതും നല്ല പ്രോപ്പർ ഹുക്കപ്പ്. ഈ ഫ്രോഗിൻ്റെ പ്രത്യേകത, മീൻ അടിച്ച ഉടനെ തന്നെ ഫ്രോഗ് ഹുക്ക് തിരിഞ്ഞ് വീഴുന്നതുകൊണ്ട് നമുക്ക് മീൻ മിസ്സാകുന്നില്ല. കണ്ടല്ലോ, ഒരു ഡാമേജും ഇല്ല, ഒരു പ്രശ്നവുമില്ല. നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അടുത്ത കാസ്റ്റിങ്ങിലേക്ക് അടുത്ത കാസ്റ്റിങ്ങിലും സ്ട്രൈക്കില്ല. നമ്മൾ ക്യാമറ ഓഫായിരുന്ന സമയത്ത് തന്നെ നമുക്കൊരു 1 kg പ്ലസ്, അതായത് നമ്മുടെ കൈ എത്തുന്നില്ല, ഒരു 1-300 കാണുമായിരിക്കും. അതായത് കണ്ടല്ലോ, അത്യാവശ്യം വലിയ കൈയാണ് എൻ്റേത്. ആ കൈ കൂട്ടി പിടിച്ച് എത്തുന്നില്ല. അതായത് തലയിലൊന്നുമല്ല പിടിച്ചിരിക്കുന്നത്, നടുഭാഗത്തായിട്ടാണ്. അത്ര വലിയ മീനാണ്. അപ്പോൾ നല്ലൊരു സ്ട്രൈക്കുമായിരുന്നു. അത് കണ്ടല്ലോ, ഹുക്ക് ഇപ്പോഴും തിരിഞ്ഞാണ് വീണിരിക്കുന്നത്. അതായത് മീൻ അടിച്ച ഉടനെ തന്നെ ഫ്രോഗ് തിരിഞ്ഞ് ഹുക്ക് കറക്റ്റായിട്ട് ആക്റ്റീവ് ആകുന്ന മോഡലിലാണ് ഈ ഫ്രോഗ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, ഹുക്ക് തിരിഞ്ഞ് വീണത് നേരെയാക്കിയിട്ട് അടുത്ത വീണ്ടും കാസ്റ്റ് ചെയ്യാം. അത് കണ്ടല്ലോ, എല്ലാത്തിനെയും കൊല്ലി കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് കൊല്ലി കെട്ടി സൂക്ഷിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒന്നിനെ കൊല്ലാറില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രൈക്ക് ഇല്ലാത്ത ഒരു മീനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്കത് കഴിഞ്ഞും കിട്ടിയ വീഡിയോ കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ. പിറ്റേ ദിവസം പോയപ്പോഴും കൈ നിറച്ച് മീൻ കിട്ടിയിരിക്കുകയാണ്. അതായത് ഒരു കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രോഗാണ് ലാർക്കിൻ്റെ ബേബി ടൈഗർ എന്ന് പറയുന്ന ഫ്രോഗ്. അതിപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഫിഷിംഗ് ഒരു ചൂണ്ടക്കടയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.